അവിടെ നേരെ വാ, നേരെ വന്നിട്ട് മൈക്ക്
Thank
മനുഷ്യ ജന്മത്തിൽ ചെയ്തിട്ടുള്ള അപരാധങ്ങളുടെയൊക്കെ പാപകലകളെ നീക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ തിലഹോമം എന്ന ചടങ്ങ് നടന്നിട്ടുള്ളത്. പ്രേതത്തിന് മുക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ തിലഹോമം നടത്തി. ഇന്ന് വൈകുന്നേരം സർപ്പസങ്കേതത്തിന് മുമ്പിൽ സർപ്പബലി എന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് നടന്നിട്ടുള്ളത്. സർപ്പ ദുരിതങ്ങളുടെയൊക്കെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സർപ്പബലി ശാസ്ത്രത്തിലൊക്കെ പറയുന്നത്. സന്താനങ്ങളുടെയൊക്കെ ദുരിതങ്ങളൊക്കെ മാറുക, സന്താനങ്ങളെ ലഭിക്കുക, കുടുംബം നല്ല രീതിയിൽ അതായത് ധാർമ്മികമായിട്ട് നടക്കുക, ഇതെല്ലാം തന്നെ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉണ്ടാവുക എന്നാണ് പറയുക. കേരളത്തിനെ മഹേക്ഷേത്രം എന്നാണ് പറയുക. സർപ്പങ്ങളുടെ നാടാണ് കേരളം. എല്ലാ കുടുംബങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സർപ്പ കാവുകളുണ്ടാവും. ആ സർപ്പകാവുകളില് നാഗരാജാവും നാഗേക്ഷിയും അഖിലമായിരിക്കുന്ന നാഗങ്ങളും അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള മണിനാഗം, പറനാഗം, കുടിനാഗം അങ്ങനെയൊക്കെ അനവധി നാഗ ചൈതന്യങ്ങളുണ്ടാവും. അതില് ഇവിടെ നാഗരാജാവും നാഗേക്ഷിയും മണിനാഗവും അഖില നാഗങ്ങളും സാന്നിധ്യം നൽകുന്ന ഈ കാവില് ഇന്ന് സർപ്പ ദേവതകളുടെ പൂർണ്ണമായിട്ടുള്ള തൃപ്തിക്ക് വേണ്ടി സർപ്പബലി എന്ന അതിവിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് നടന്നിട്ടുള്ളത്. ഈ സർപ്പ വിഷയങ്ങളെയൊക്കെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. വൈഷ്ണവെന്നും ശൈവമെന്നും. വൈഷ്ണവ നാഗങ്ങളുടെ അധിദേവനാണ് അനന്തൻ, ആദിമൂല അനന്തൻ. വെട്ടിക്കൊടൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? ആ വെട്ടിക്കൊടൊക്കെ ആദിമൂല അനന്തനാണ്. മണ്ണാർശാലയില് വാസുകിയാണ്, ശൈവനാഗമാണ്, ശിവന്റെ കണ്ഠാഭരണമായിട്ടുള്ള വാസുകിയാണ്. അങ്ങനെയുള്ള ശൈവനാഗങ്ങളെയെല്ലാം ആവാഹിച്ച് സർപ്പബലി എന്ന ചടങ്ങാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ആ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഇവിടെ എരിഞ്ഞു തീരുവാൻ വേണ്ടി, സർപ്പദുരിതങ്ങളെല്ലാം എരിഞ്ഞു തീരുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവം ഇവിടെ നെയ്ത്തിരി സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ദീപാരാധനയും കഴിഞ്ഞു. ഒരു ദേവസങ്കേതത്തിലോ ഒരു കുടുംബത്തിലോ സർപ്പദുരിതങ്ങളുടെ മുഴുവനും ദുരിതങ്ങളെ മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ഒരു സർപ്പബലി സങ്കേതത്തിൽ നടത്തുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആ സർപ്പ ദുരിതങ്ങളുടെ വൃത്തിയാർത്ഥം നടന്ന സർപ്പബലിയും ഇപ്പോൾ കഴിഞ്ഞു. ത്രികാലപൂജയും കഴിഞ്ഞ് ഇപ്പോൾ ആധാരപൂജയും നടക്കുന്നുണ്ട്. നാളെ രാവിലെ ഈ ഇന്നലെ രാത്രിയെ ആവാഹിച്ച പിതൃക്കൾക്കൊക്കെ തന്നെ സായുജ്യ പ്രാപ്തി, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പദാരബന്ധങ്ങളിലേക്ക് ആ ആത്മാവ് ജയിപ്പിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. അതിനായിട്ട് രാവിലെ ഗണപതി ഹോമം നടത്തിയതിനു ശേഷം ക്രിയാംഗമായി തിരുഹോമവും കാലുകഴുകി ചൂട് എന്ന ചടങ്ങും, അതായത് ഭൂസ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കാലുകഴുകി ചൂട്, അന്നവും വസ്ത്രവും ദാനവും ഒക്കെ ചെയ്യുന്ന ചടങ്ങാണ് ഈ കാലുകഴുകി ചൂട് എന്ന് പറയുന്നത്. അതും നടത്തി ഈ പ്രക്രിയയെല്ലാം തന്നെ സായുജ്യ പദവിയിലേക്ക് അഥവാ മോക്ഷപ്രാപ്തിയിലേക്ക്, ഭഗവാന്റെ പാതാരങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന ചടങ്ങാണ്.
സാലോക്യം ആ ലോകത്തിലേക്ക് എത്തിപ്പെടുക. ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ലോകം ഏതാ? വൈകുണ്ഠം എന്നാണ് പറയുക. കുണ്ഠിതങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലം. കുണ്ഠിതം വെച്ചാൽ ദുഃഖം. ആധിഭൗതികൻ, ആധിഭൗതികൻ, ആധ്യാത്മികൻ എന്നൊക്കെ ഒരു മനുഷ്യന് ദുഃഖങ്ങളുണ്ടാകും. ആ ദുഃഖങ്ങൾക്കൊക്കെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് വൈകുണ്ഠം എന്ന ലോകം ഉള്ളത്. ആ വൈകുണ്ഠത്തിലാണ്, പാലാഴിയിലാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശയനം അനന്തന്റെ മുകളിൽ. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും. ഭാഗവതമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ മനസ്സിലായിട്ടും ഉണ്ടാവും. ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടുക അതാണ് സാലോക്യം. ദേവന്റെ സമീപത്തേക്ക് എത്തുന്നത് സാമീപ്യം. ദേവന്റെ രൂപമായി മാറുന്നത് സായുജ്യം. ദേവനായി തന്നെ മാറുന്നത് സായുജ്യം. ഇങ്ങനെ 4 ഘട്ടങ്ങളിലാണ് ഒരു പ്രേതാവസ്ഥ പിതൃവായി, പിതൃവിന് മോക്ഷഗതിയായി, മുക്തിയായി, ദേവനായി ഭവിക്കുന്ന പ്രക്രിയ. ഇങ്ങനെ സായുജ്യ ക്രിയയും കഴിഞ്ഞാൽ പരിഹാര ക്രിയാഭാഗങ്ങൾ കഴിയും. അതിനുശേഷം ക്ഷേത്ര സങ്കേതം മുഴുവനും ശുദ്ധീകരിക്കുന്നതിലേക്ക് വേണ്ടി നാളെ വൈകുന്നേരം പ്രാസാദ ശുദ്ധി എന്ന ചടങ്ങ്. പ്രാസാദ ശുദ്ധി എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്ഥൂല ശരീരമായിരിക്കുന്ന ശ്രീകോവില് ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് പ്രാസാദ ശുദ്ധി എന്ന് പറയുന്നത്. അതിനുശേഷം രക്ഷാകലശ പൂജ അല്ലെങ്കിൽ അസ്ത്രകലശ പൂജ, ശ്രീകോവിലിന്റെയും ദേവസങ്കേതത്തിന്റെയും ഒക്കെ പരിരക്ഷയ്ക്കായിക്കൊണ്ട് അസ്ത്രകലശ പൂജയും, തുടർന്ന് ഈ ദേവസങ്കേതത്തിന് മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള രാക്ഷസീയമായിട്ടുള്ള കലകൾ, അതിനെ ആധുനിക ഭാഷയിലെ നെഗറ്റീവ് എനർജി എന്ന് പറയും, അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് വേണ്ടി രാക്ഷസ ഹോമവും ഈ സങ്കേതം മുഴുവൻ ഒരു വാസ്തു സങ്കേതമായിട്ട് കണക്കാക്കി വാസ്തുബലി, വാസ്തു കലശം, വാസ്തു പുണ്യാഹം എന്നീ ക്രിയാഭാഗങ്ങളോടുകൂടി വാസ്തു ദേവതകൾക്കൊക്കെ പൂർണ്ണ വൃത്തി വളർത്തുന്ന രീതിയിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള ക്രിയാഭാഗങ്ങളും അനന്തരം അത്താഴ പൂജയും നടക്കുന്നതിനോടുകൂടി ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണ ക്രിയകളെല്ലാം കഴിയും. അതിനുശേഷം മറ്റന്നാൾ രാവിലെ ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം എന്ന കലശപൂജകളാണുള്ളത്. ദേവന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ശരീരമായിരിക്കുന്ന ബിംബം, ആ ബിംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അശുദ്ധികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ കലശപൂജകളും അതിന്റെ കലശാഭിഷേകങ്ങളും ഉള്ളത്. ദേവന്റെ ശരീരത്തില്, അതായത് ഭഗവതിയുടെ ശരീരത്തില് എന്താ അശുദ്ധി ബാധിക്കുക? കാലോചിതമായിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ടും പലതരത്തിലും അശുദ്ധികൾ ഉണ്ടാവാം എന്ന തത്വസംശയ മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ ദേവസങ്കേതം മുഴുവനും ഏതെങ്കിലും തരത്തില് അശുദ്ധികൾ വരിക, അത് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാദി ദോഷങ്ങൾ കൊണ്ടാവാം, മന്ത്രജപങ്ങളുണ്ടാവാം, ക്രിയകളുണ്ടാവാം. ഇനി ഏത് തരത്തിലുള്ള അശുദ്ധികൾ വന്നിട്ടുണ്ടെങ്കിലും ആ അശുദ്ധികളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്കുള്ള പ്രക്രിയയാണ് ശുദ്ധികലശം എന്ന് നാം വിവക്ഷിക്കപ്പെടുന്ന ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശാഭിഷേകങ്ങളെല്ലാം തന്നെ. അതിനുശേഷം പുണ്യാഹത്തോടുകൂടി ഈ ശുദ്ധി ക്രിയാഭാഗങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കഴിയും. അന്ന് വൈകുന്നേരം ഭഗവതി സേവയും, അതിനുശേഷം 28-ാം തീയതി രാവിലെ നമുക്ക് എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ വാർഷിക കലശ പൂജകളും, രാവിലെ ഗണപതിഹോമം, അതിനുശേഷം ഉഷപൂജ, 25 കലശം, പഞ്ചഗവ്യം, ആ കലശാഭിഷേകത്തോടുകൂടിയ ഉച്ചപൂജ, ഉപദേവന്മാരായിട്ടുള്ള രക്ഷസിന് യോഗീശ്വരനും ഒക്കെ വട്ടകലശം, നാഗദേവതകൾക്ക് 100 പാലും എന്നീ ക്രിയാഭാഗങ്ങളും വാർഷികത്തിന്, പ്രതിഷ്ഠാ വാർഷികത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് വൈകുന്നേരം ദീപാരാധനയും ദീപകാഴ്ചയോടുകൂടി ഈ വർഷം നടത്തുന്ന വാർഷിക പൂജാ കാര്യങ്ങളെല്ലാം വളരെ മംഗളകരമായിട്ട് പര്യവസാനിക്കും. ആയതിലേക്ക് വേണ്ടി ഈ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും, അതേപോലെ തന്നെ ഈ ദേശത്തെ എല്ലാ ആൾക്കാരും ഇത് കുടുംബ
ക്ഷേത്രം എന്നുള്ളതിനേക്കാൾ ഉപരി കണക്കാക്കേണ്ടത് ഈശ്വരി, അതായത് ഭഗവതി എല്ലാവരുടെയുമാണ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ ഈശ്വരന്മാരെയും ആരാധിക്കുവാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഹിന്ദുമതം അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഈ ദേശത്തിന്റെ മുഴുവൻ അധിപതിയായിട്ട് ഈ അമ്പക്കാട്ട് ഭഗവതി വിരാജിക്കുകയും നാൾക്ക് നാൾ ക്ഷേത്രം ഓരോരോ തരത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും വേണം. അതിന് ക്ഷേത്രം ഭക്തജനങ്ങളുടെയാണ്. ആ ഭക്തജനങ്ങളുടെ ക്ഷേത്രം പരിപാലിക്കേണ്ടത് ഭക്തജനങ്ങളുടെ പൂർണ്ണ കടമയാണ്. അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും എല്ലാ തരത്തിലും ധനം വേണ്ടെടുത്ത് ധനം, മനസ്സ് വേണ്ടെടുത്ത് മനസ്സ്, ശരീരം വേണ്ടെടുത്ത് ശരീരം, ഇങ്ങനെ എല്ലാം തന്നെ പൂർണ്ണ അർപ്പണ മനോഭാവത്തോടുകൂടി ഐക്യത്തോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഓരോ പൂജകളിലും പങ്കെടുക്കുകയും ഓരോ മാസമുള്ള പൂജകളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ഇവിടെ മണ്ഡപത്തിൽ അല്ലെങ്കിൽ നടത്തുന്നതിൽ ഇരുന്ന ലളിതാ സഹസ്രനാമം, കാളി സഹസ്രനാമം മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ജപിക്കുകയും വേണം. ഇന്നലെ ദൈവത്തിനെ രാശിവെച്ച സമയത്ത് ആദ്യം നമുക്ക് ദൈവാധീനം കിട്ടിയില്ല അല്ലേ? എന്താ കാര്യം? എന്താ ദൈവത്തിനെ പറഞ്ഞത്? ഇവിടെ നാമജപത്തിന്റെ കുറവുണ്ട് എന്നാണ് കണ്ടത് അല്ലേ? മറ്റൊക്കെ പഠിച്ചിട്ടാണ് കണ്ടത്. അപ്പൊ നാമജപത്തിന്റെ കുറവ് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? നാമജപം ചെയ്യുക തന്നെ വേണം. വിശപ്പിന് എന്താ വരുന്നത്? ഭക്ഷണം. അതേപോലെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമാണ് നാമജപം. ജന്മജന്മാന്തരങ്ങളിലുള്ള പാപകലകളെ കഴുകിക്കളയുന്നത് എന്താണോ ആ പ്രക്രിയയാണ് നാമജപം എന്ന് പറയുന്നത്. കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠം നാമജപമാണ്. ആ ജപം ഉണ്ടായാൽ തന്നെ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ നിവൃത്തി ഉണ്ടാവും. നമുക്ക് ഒരു ദുഃഖം ഉണ്ടായാൽ എന്താ ചെയ്യുക? ഈശ്വരനെ വിളിക്കും അല്ലേ? പ്രാർത്ഥിക്കും. നമ്മുടെ ഏതാണോ നമ്മുടെ ഇഷ്ടദേവൻ, നമ്മുടെ പരദേവത, നമ്മുടെ ദേശദേവത, കുടുംബദേവത ആരെയാണോ ആ ദേവതയെ നമ്മൾ പ്രാർത്ഥിച്ച് എൻ്റെ ഇന്ന ദുഃഖങ്ങൾക്ക് നിവൃത്തി പറയണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ആൾക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈശ്വരൻ വിളിയേക്കൂ അല്ലേ? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഭഗവതിയാണ് ഇവിടെ എന്നുള്ളത് നാം എപ്പോഴും കണക്കാക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിനായിട്ട് ഓരോ കുഞ്ഞുങ്ങളും എത്ര വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും അവർ പരിശ്രമിച്ചാൽ മാത്രമേ ആ നാട് നന്നാവും. ഒരു ദേശം, ഒരു ദേവന് ചൈതന്യം അനുഗ്രഹങ്ങൾ കൂടിയാൽ മാത്രമേ ദേവന് പൂർണ്ണ ചൈതന്യം ഉണ്ടാവൂ. ദേവന് പൂർണ്ണ ചൈതന്യം ഉണ്ടായാൽ മാത്രമേ ആ കുടുംബത്തിനും ആ ദേശത്തിനും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഒരു കുടുംബനാഥൻ എങ്ങനെയാണോ ഒരു കുടുംബത്തെ കൊണ്ട് നടക്കുന്നത് അതേപോലെ ആ ദേശത്തെ പൂർണ്ണമായിട്ട് പരിരക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും ആത്മീയതയിലേക്ക് നയിക്കുകയും ധാർമ്മികതയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ദേശത്തെ ദേവനാണ് അല്ലെങ്കിൽ ദേവിയാണ്. ആ ദേവിയെ നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക വഴി നമുക്ക് ഉണ്ടാവുക എന്താ? ലോകത്തിൽ പണം കൊടുത്താൽ കിട്ടാത്തൊരു സാധനമുണ്ട്. എന്താ? ശാന്തിയും സമാധാനവും അല്ലേ? ഏതെങ്കിലും കടയിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ? അത് ഈശ്വരാധീനം കൊണ്ട് മാത്രം നമ്മളിൽ സഞ്ചാരമാകുന്ന മനസ്സിന്റെ സന്തുലന അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. അതുണ്ടാവണമെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ നാമജപം നിർബന്ധമായിട്ട് വേണം. നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം പാലിക്കാതിരിക്കുവാനുള്ളതല്ല, പാലിക്കുവാനുള്ളതാണെന്നുള്ള ബോധത്തോടുകൂടി നാം പെരുമാറണം. നമുക്ക് നിത്യവും രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നമ്മുടെ നാമജപങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം തുടങ്ങിയാൽ തന്നെ എന്താണെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യം വിജയിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ധാർമ്മികമായി ജീവിക്കണം നാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈശ്വരാർപ്പണമായി കിട്ടിയതാണ് നമുക്ക് ഈ ജന്മം.
വിനിയോഗിക്കേണ്ടതും ഈശ്വരാർപ്പണമായി തന്നെയാണ്. ഒരു ദേശത്ത്, ഒരു നാട്ടില് ഒരു ക്ഷേത്രം ഉണ്ടാകുന്ന വഴി ആ ദേശത്തിന് മുഴുവൻ അഭിവൃദ്ധി ഉണ്ടാവും. ഒരു ബൾബിൽ പ്രകാശം എന്ന പോലെയാണ്. ഒരു ബൾബിൽ ബൾബ് തരുന്നുണ്ടെങ്കിൽ ബൾബിന് മാത്രമാണോ പ്രകാശം ഉണ്ടാവുക? ആ പ്രദേശത്ത് മുഴുവൻ വെളിച്ചം ഉണ്ടാവുന്നത് പോലെയാണ് ഈ ദേവകലകളുടെ അനുഗ്രഹം എന്ന് നാം പൂർണ്ണമായിട്ടും ധരിക്കണം. ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് ഓരോ ഭക്തജനങ്ങളും നാൾക്ക് നാൾ അവരെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം. എന്താണെങ്കിലും ഈശ്വരന് കൊടുത്ത് മുടിഞ്ഞു പോയ ഒരു ചരിത്രം നിലവിലില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാവും എന്ന് വിചാരിക്കാം. ഈ രീതിയിൽ തന്നെ ഐക്യത്തോടുകൂടിയിട്ട്, അഭിപ്രായ വ്യത്യാസം ഒന്നും കൂടാതെ ഐക്യത്തോടുകൂടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് എത്ര കാലമാണോ അത്രയും നാളും നമുക്ക് ശാന്തിയോടും സമാധാനത്തോടുകൂടും സ്വസ്ഥമായിട്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ട ഏറ്റവും അപകടരഹിതമായ മാർഗമാണ് ഈശ്വരാരാധന. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഈ ദേവസങ്കേതത്തിലെത്തി പ്രാർത്ഥന ജപങ്ങളെല്ലാം ചെയ്യുകയും വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ഇവിടെ എന്തൊരു പ്രവർത്തനങ്ങൾ നടന്നാലും എന്തൊരു പൂജകൾ നടന്നാലും അതിലേക്കൊക്കെ ധനമായിട്ടാണെങ്കിലും അങ്ങനെ